കൊല്ലം തേവലക്കരയിൽ സ്കൂളിൽ നിന്ന് വൈദ്യുതാഘാതമേറ്റ് മരിച്ച 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുനെ നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? ആ കുടുംബത്തിന് ഒരു വീട് വെച്ച് നൽകുമെന്ന് സർക്കാർ പറഞ്ഞിരുന്നു. ആ സ്നേഹഭവനം അത് കൈമാറിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ആണ് വീട് നിർമ്മിച്ച് നൽകിയത്. മന്ത്രി KN ബാലഗോപാൽ താക്കോല് കൈമാറി. അവിടെ തേവലക്കരയിലായിരുന്നു ഫംഗ്ഷൻ. ഷെവീദ് റാവുത്തർ ടെലിഫോണിലുണ്ട്. ഷെവീദ്, വിശദാംശങ്ങൾ. കൊല്ലം തേവലക്കരയിലെ മിഥുൻ, അത് കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന് മറക്കാനാവാത്ത ഒരു വേദനയാണ്. മാത്രമല്ല ആ സംഭവവും സമയവും ആ കാലമൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. കാരണം ആ തേവലക്കരയിൽ സ്കൂളിൽ നിന്ന് വൈദ്യുതാഘാതമേറ്റാണ് ഇതുമായി ബന്ധപ്പെട്ട് മിഥുൻ ആ കുട്ടിയുടെ മരണം സംഭവിക്കുന്നത്. അന്ന് വീട്ടിലെത്തിയ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ആ വീട് നിർമ്മിച്ചു നൽകാമെന്നുള്ള വാഗ്ദാനം നൽകുകയായിരുന്നു. മാത്രമല്ല ഈ മിഥുന്റെ വീടിന്റെ ചുവരിൽ മരിക്കും മുൻപ് മിഥുൻ വരച്ചൊരു ചിത്രമടക്കം ഒന്ന് വലിയ രീതിയിൽ ചർച്ചയാവുകയും നമ്മളുടെ വേദനയായി മാറുകയും ചെയ്തതാണ്. പിന്നാലെയാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗമായ കേരള സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചത്. 6 മാസം കൊണ്ട് 20 ലക്ഷം രൂപ ചെലവഴിച്ചാണ് വീട് നിർമ്മിച്ചത്. വീടിന്റെ താക്കോൽദാനം ഇപ്പോൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു. 1000 സ്ക്വയർ ഫീറ്റിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. മാത്രവുമല്ല കുട്ടികളിൽ നിന്ന് 1 രൂപ പോലും പിരിവ് വാങ്ങാതെയാണ് വീടിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയതെന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നാടിനെ കണ്ണീരണിയിച്ച സംഭവത്തിന് ശേഷം അന്ന് നടന്ന സംഭവങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട്. മാത്രവുമല്ല ഇതുമായി ബന്ധപ്പെട്ട് അന്ന് അവിടുത്തെ പ്രാദേശിക ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ സഹകരണം അതൊക്കെ വലിയ വാർത്തയായിരുന്നു. ഇന്ന് രാവിലെ 9 മണിക്കാണ് പടിഞ്ഞാറെ കല്ലട വിളന്തറയിലുള്ള മിഥുന്റെ വീട്ടിൽ ഈ ചടങ്ങ് നടന്നത്. ഓക്കെ, എന്തായാലും മിഥുന്റെ കുടുംബത്തിന് വീട് കിട്ടുന്നു എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.